പാവറട്ടി MUALP സ്കൂളിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. 1935 സ്ഥാപിതമായിട്ടുള്ള ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള പാവറട്ടിയിലെ തൊട്ടാവാടി സ്കൂൾ എന്നറിയപ്പെടുന്ന ഈ സ്കൂളിലെ നവതി വിശേഷങ്ങൾ നമുക്കൊന്നറിഞ്ഞാലോ? നവതി 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 വർഷമാ നവതി 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 വർഷമാ നവതി 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 വർഷമാ എല്ലാവർക്കും സന്തോഷം നാട്ടുകാർക്കും ആഘോഷം എല്ലാവർക്കും സന്തോഷം നാട്ടുകാർക്കും ആഘോഷം കുട്ടികളുടെ മുറ്റത്ത് പെപ്പരെ പെപ്പേ പെപ്പരെ പെപ്പേ സ്ലേറ്റിൽ കേട്ടെഴുത്തിനു ടിക്കു കിട്ടാനായി പീലി വിറ്റു കട്ടെഴുതി പൊറ്റിൽ പെട്ടു ഞാൻ. പൊട്ടു സ്ലേറ്റിൽ കേട്ടെഴുത്തിനു ടിക്കു കിട്ടാനായി പീലി വിറ്റ് കട്ടെഴുതി പൊറ്റിൽ പെട്ടു ഞാൻ. വള്ളിക്കെട്ടിയ ട്രൗസർ പൊക്കി മാഷടിച്ചപ്പോൾ അലറിക്കുട്ടിയെ എന്നെ കണ്ട് ക്ലാസ് ചിരിച്ചല്ലോ, മാനം പൊട്ടിച്ചിരിച്ചല്ലോ. വിരുദ്ധനായ വിജയനും മടിയനായ മധുവും കാലെ മുതൽ 4 വരെ കരഞ്ഞിരുന്ന കമലയും. വിരുദ്ധനായ വിജയനും മടിയനായ മധുവും കാലെ മുതൽ 4 വരെ കരഞ്ഞിരുന്ന കമലയും. കാലം മാറ്റിയ കോലം കണ്ട് കൂട്ടച്ചിരിയായി കഷ്ടപ്പെട്ട് ഒത്തുചേർന്ന് പൊട്ടിച്ചിരിയായി കടകട പൊട്ടിച്ചിരിയായി. പാവറട്ടി MUALP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ഡൊമിനിക് സേവിയോ മാഷാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാലോ? മാഷേ, നവതി വർഷമാണ്, ആഘോഷത്തിന്റെ ഒരു വർഷമാണല്ലേ? അതെ അതെ, കുറച്ച് ആഘോഷ പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2-3 എണ്ണം കഴിഞ്ഞു. ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെയാണ് നമ്മൾ ആഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 1932 നമ്മുടെ സ്കൂള് സ്ഥാപിതമായത്. അല്ല, 1935 മദ്രാസ് ഗവൺമെന്റ് അംഗീകാരം കിട്ടി. അതിനു മുമ്പ് ഇത് ഇവിടെ മദ്രസയായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. 35 മുതൽ ഇപ്പോ 2025 വരെ 90 വർഷം. അങ്ങനെയാണ് നമ്മൾ അംഗീകാരം കിട്ടിയ 90 വർഷമാണ് നവതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങ് വാണക്കോണിലെ മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കണക്കുള്ളിലെ ചോരക്കൺമുയൽ ഇങ്ങു നീലത്തുരുത്തിലെ നീർപ്പരപ്പിൽ മിണലിടും അമ്പിളിക്കണക്കുള്ളിലെ ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെട്ടിലച്ചെല്ലവുമായി താനെ വന്നിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങു പതുങ്ങിയല്ലോ. തരക്കൊഴുത്തുള്ളരാ ചേലക്കും വെട്ടില ചെല്ലത്തിലോ. ഭൂമിയെ പടെ മൂടും അത്രയും വെട്ടില ഇട്ടു വെക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ. ഉച്ചക്കിട്ട് പാരോടി 12 പഞ്ചൊട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുമ്പോൾ മിന്നാടി
LP എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും വീട് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്കൂളിലേക്കാണല്ലോ. അപ്പോൾ അവരുടെ ഒരു വളർച്ചയുടെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ് ഈ LKG UKG 1 2 3 4 എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ലൈഫിൽ തന്നെ ഏറ്റവും അടിത്തറ പാകുന്ന ഒരു സമയമാണ്. അങ്ങനെ ഒരുപാട് പേരുടെ ലൈഫിലെ അടിത്തറ പാകിയിട്ടുള്ള ഒരു സ്കൂളാണ് അല്ലേ? പണ്ട് കാലത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇവിടെ പാവപ്പെട്ട ജനവിഭാഗങ്ങളൊക്കെ ആശ്രയിച്ചിരുന്നത് ഈ മദ്രസയാണ്. അവർക്ക് ഭക്ഷണം കിട്ടാനില്ല. മാപ്പിള ലഹളയുടെ കാലഘട്ടം, ആ സമയത്തൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ധാന്യങ്ങളൊക്കെ ഈ മദ്രസ കേന്ദ്രീകരിച്ചാണ് വിതരണം ചെയ്തിരുന്നത്. അപ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും ഒരു ആശാകേന്ദ്രമായിരുന്നത് അന്ന് മുതലുള്ളതാണ് ചരിത്രം. പിന്നെ അത് 35 ശേഷം എല്ലാ വിഭാഗങ്ങളും ഇവിടെ പഠിക്കാൻ തുടങ്ങി. എല്ലാ മതവിഭാഗങ്ങളും പഠിക്കാൻ തുടങ്ങി. സർക്കാരിൻ്റെ അംഗീകാരത്തോടെ എല്ലാവരും വന്ന് പഠിക്കാൻ തുടങ്ങി. അന്ന് മുതലേ ഇവിടുത്തെ പണക്കാരനും പാവപ്പെട്ടവനും വരാൻ തുടങ്ങി. അന്ന് പാവപ്പെട്ടവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 35 മുമ്പ്. അതിനുശേഷം പണക്കാരനും പാവപ്പെട്ടവനും, ഈ പ്രദേശത്തുള്ള ഒട്ടുമുക്കാൽ ആൾക്കാരും ഇവിടെ പഠിച്ചു പോയവരാണ്. ഈ മുറ്റത്ത് ഓടിക്കളിച്ചവരാണ്. നമ്മുടെ സ്കൂളിലെ തൊട്ടാവാടി സ്കൂളെന്നും പറയല്ലേ? തൊട്ടാവാടി സ്കൂൾ എന്നാണ് ഇവിടെ നാട്ടുകാർ വിളിക്കുക. MUALP സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആർക്കും അറിയില്ല. മദ്രസത്തുൽ ഉസ്മാനിയ എലിമെന്ററി സ്കൂൾ എന്നാണ് പണ്ടത്തെ പേര്. അത് രേഖകളിൽ പോലും കാണാനില്ല. MUALP സ്കൂൾ എന്ന ചുരുക്കപ്പേര് മാത്രമാണ് ഉള്ളത്. തൊട്ടാവാടി സ്കൂൾ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ പ്രദേശത്ത് ധാരാളം തൊട്ടാവാടി ഉണ്ടായിരുന്നു. ധാരാളം ഉണ്ടായിരുന്നു. ഇന്നും നല്ല അതിന്റെ തിരിശേഷിപ്പ് പോലെ കുറെ കാണാൻ പറ്റും. എന്നാൽ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ തൊട്ടാവാടി പറമ്പിലുള്ള സ്കൂളായതുകൊണ്ട് തൊട്ടാവാടി സ്കൂൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പുഷ്പവാടി സ്കൂൾ എന്നും പലരും വിളിക്കാറുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് ഈ തൊട്ടാവാടിയൊക്കെ പുഷ്പങ്ങളായി മാറും. അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള സ്കൂളായ കാരണം പുഷ്പവാടി എന്നും പേരുണ്ട്. അഞ്ചിതളല്ല അഞ്ചിതള് മുക്കുച്ചിപ്പൂ അഞ്ചിതള്, അഞ്ചിതളല്ല അഞ്ചിതള് മുക്കുച്ചിപ്പൂ അഞ്ചിതള്, രയരയാം രയരയാം രയരയരയരയരയാം രയരയാം രയരയാം രയരയരയരയരയാം തന്നാനെ താനെ തന തന്നാനെ താനെ അഞ്ചിതളല്ലോ അഞ്ചിതള്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇത് പ്രാണവാഴുവിനായി നടന്നു, അഴകിനായി തളലിനായി തേൻ പഴങ്ങൾക്കായി, 100 തൈകൾ നിറഞ്ഞു നടന്നു, 100 തൈകൾ നിറഞ്ഞു നടന്നു. അതുപോലെ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ഒരു സ്റ്റാർ കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ വന്നപ്പോൾ കണ്ടു. ഇങ്ങനെ റാങ്കിങ് സിസ്റ്റം ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരു സ്റ്റാറിങ് സിസ്റ്റം ആണല്ലോ ഇവിടെ. നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യുന്നതാണ് വലിയൊരു പ്രശ്നം. എല്ലാ വിദ്യാലയത്തിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമനാരി രണ്ടാമനാരി അവിടേക്ക് അതിനു വേണ്ടി ഒരു മത്സരമാണ്. ഞാൻ ക്ലാസ്സിലെ ഫസ്റ്റാണ്, എൻ്റെ മകൻ ക്ലാസ്സിലെ ഫസ്റ്റാണ് എന്നാണ് മാതാപിതാക്കൾ പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരൊക്കെ മോശക്കാരാണോ അവിടെ? യേശുദാസിനെ പോലും പാടാൻ കൊള്ളാത്തതാണെന്ന് ഒരു കാലത്ത് പറഞ്ഞ് പാടിച്ചിട്ടില്ല ഓൾ ഇന്ത്യ റേഡിയോ. അപ്പോൾ കഴിവുള്ളവർ ഒരു കാലത്ത് തിരിച്ചറിയപ്പെടും. അവർ ഫസ്റ്റാണ് സെക്കൻഡ് ആണെന്ന് ഒരു കാരണവശാലും നമുക്ക് തിരിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കൂളിൽ ചെയ്തിട്ടുള്ള ഒരു പരിപാടി, അവരുടെ ഗ്രേഡിംഗ് സിസ്റ്റം അനുസരിച്ച് അവർക്ക് എല്ലാവർക്കും A ഗ്രേഡ് നേടാം. ആ ഗ്രേഡിനനുസരിച്ച് ഒരു സ്റ്റാറിങ് സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് 3 തരത്തിലുള്ള സ്റ്റാറാണുള്ളത്. ഒന്ന് A ഗ്രേഡ് ആണെങ്കിൽ വലിയ സ്റ്റാർ കൊടുക്കും, B ഗ്രേഡ് ആണെങ്കിൽ മീഡിയം, C ഗ്രേഡ് ആണെങ്കിൽ ചെറിയ സ്റ്റാർ. ആ ദിവസം ഇവിടെ ഒരു ഭയങ്കര ഉത്സവമാണ്. പഠിക്കുന്നവനും പഠിക്കാത്തവനും. എനിക്കും സ്റ്റാറുണ്ട്. അല്ലെങ്കിൽ അവിടെ സാധാരണ വിദ്യാലയത്തിൽ ഫസ്റ്റ് ഉള്ളവന് മാത്രമേ സമ്മാനമുള്ളൂ, അർഹതയുള്ളൂ, അംഗീകാരമുള്ളൂ. ഇവിടെ എല്ലാവർക്കും അംഗീകാരമാണ്. അതേസമയം എല്ലാവർക്കും A ഗ്രേഡ് വാങ്ങാം, എല്ലാവർക്കും സ്റ്റാർ ആകാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. തുള്ളി വരുന്നു മഴ തുള്ളി പറ പൊട്ടി വരുന്നു മഴക്കാലം, തുള്ളി വരുന്നു മഴ തുള്ളി പറ പൊട്ടി വരുന്നു മഴക്കാലം, മഴയും കാടും ഇലയും മരം കിളിയും മഴയിൽ നനയുന്നു, മഴയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു, കിളിയും കിളിയുടെ പാട്ടും പാട്ടിൽ താളവും ഈ മഴ നനയുന്നു,
കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു. മലയും കാടുമിലയും ആരാവും കിളിയും മഴയിൽ നനയുന്നു. മലയും കാടുമിലയും ആരവും കിളിയും മഴയിൽ നനയുന്നു. വയലൊഴുകുന്നു മലിയൊഴുകുന്നു കുളവും മഴയിൽ ചേരുന്നു. വയലൊഴുകുന്നു വലിയൊഴുകുന്നു കുളവും മഴയിൽ ചേരുന്നു. മണ്ണലിയുന്നു മനസ്സലിയുന്നു പകലിരിട്ടു പുതയ്ക്കുന്നു. മണ്ണലിയുന്നു മനസ്സലിയുന്നു പകലിരിട്ടു പുതയ്ക്കുന്നു. കിളിയും കിളിയുടെ പാട്ടും പാട്ടി താളവും ഈ മഴ നനയുന്നു. കിളിയും കിളിയുടെ പാട്ടും പാട്ടി താളവും ഈ മഴ നനയുന്നു. ഉച്ചക്കെട്ടി പാറോതി 12 അപ്പം ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുമ്പാളിന്നാടി. ഉച്ചക്കെട്ടി പാറോതി 12 അപ്പം ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുമ്പാളിന്നാടി. ഇനി വീണ്ടും നവതി വർഷത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു വർഷത്തെ ആഘോഷങ്ങൾ എന്തൊക്കെയാ? ഈ വർഷത്തെ ആഘോഷം ആദ്യം നമ്മൾ വിദ്യാലയത്തിലെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥിയും നമ്മൾ വിളിച്ചു വരുത്തി. അതോടൊപ്പം തന്നെ പൂർവ്വ അധ്യാപകരെയും നമ്മുടെ വിദ്യാലയത്തിൻ്റെ മുറ്റത്തെത്തിച്ചു. അതോടൊപ്പം ഒരു 10 മീറ്ററോളം നീളമുള്ള ക്യാൻവാസിൽ അവരുടെ എല്ലാവരുടെയും കയ്യൊപ്പ് ചാർത്തി. കുഞ്ഞുമക്കളും അവർക്ക് കയ്യൊപ്പിടാൻ പറ്റില്ല, അവരുടെ കയ്യിൻ്റെ ഇംപ്രഷൻ വെച്ച് അവരുടെ ഐക്യദാർഢ്യം വിദ്യാലയത്തോട് പ്രകടിപ്പിച്ചു. ഇന്നലെ നമുക്കൊരു സാഹിത്യ സദസ്സ് ഉണ്ടായിരുന്നു. പിന്നെ MT വാസുദേവൻ നായരുടെ അനുസ്മരണം ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്നേഹവിരുന്ന് പ്ലാനിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഒരു സൈറ്റ് ഇപ്രാവശ്യം നമ്മൾ തുറക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ഉന്നമനവും കുട്ടികളുടെ പങ്കാളിത്തവും എല്ലാത്തിലും ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ നിർബന്ധ ബുദ്ധി. ഒരു നവതി ഗാനം പ്ലാനിലുണ്ട്, ഡോക്യുമെൻ്ററി പ്ലാനിലുണ്ട്. അങ്ങനെ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളായിട്ട് ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെ വിവിധ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരിക്കും നവതി ആഘോഷം എന്ന് പറയുമ്പോൾ വലിയൊരു ചുമതലയാണ്, ഒരു ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ മാസ്റ്റർ റിട്ടയർമെൻ്റ് കൂടിയാണ് ഈ വർഷം അല്ലേ? നവതി ആഘോഷം എന്നത് ഒരു അക്കാഡമിക് ഇയർ മുഴുവൻ വേണമെന്ന ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു LP സ്കൂളിനെ സംബന്ധിച്ച് ഒരു പോത്തിൻ്റെ പണിയാണ് ഹെഡ് മാസ്റ്റർ എടുക്കുക. ഹെഡ് മാസ്റ്ററിനെ സംബന്ധിച്ച് ക്ലാസ്സിൽ ചാർജ് ഉണ്ട്, ഹെഡ് മാസ്റ്റർമാരുടെ ജോലിയുണ്ട്, ഹെഡ് മാസ്റ്റർ ഓഫീസ് വർക്ക് ഉണ്ട്. അതിന് പുറമെ സ്വീപ്പർ മുതൽ ഹെഡ് മാസ്റ്ററുടെ ഡ്യൂട്ടി ഒക്കെ ചെയ്യേണ്ടത് പ്രധാനാധ്യാപകനാണ്. മാവേലിയിൽ അരി വന്നോ പോയി എടുക്കണം, അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നടക്കണം. നമുക്കൊരു പ്യൂണ് പോലും നമ്മുടെ വിദ്യാലയത്തിൽ മാത്രമല്ല ഏതൊരു LPയിലും ഇല്ല. അപ്പം അതുകൊണ്ട് കുറേ ചുമതലകൾക്ക് അപ്പുറം നവതിയുടെ പരിപാടികൾ കൂടി ഈ അക്കാഡമിക് ഇയർ മുഴുവൻ നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ പഠനം വീഴ്ചയാകും എന്നുള്ള കാരണത്താൽ മാത്രമാണ് ജനുവരി മുതൽ ഏപ്രിൽ മാസം മാത്രമായിട്ട് നമ്മൾ ആഘോഷ പരിപാടി ചുരുക്കി വെച്ചിട്ടുള്ളത്. റിട്ടയർമെന്റ് ആണ് ഈ വർഷം. എത്ര വർഷമായി സാർ ഈ ഒരു സർവീസിൽ കയറിയിട്ട്? ഞാൻ പ്രധാനാധ്യാപകനായിട്ട് 7 വർഷം കഴിഞ്ഞു. 28 വർഷമായിട്ട് ഇവിടെ സർവീസിലുണ്ട്. പ്രധാനാധ്യാപകനാകുമ്പോൾ ഈ വിദ്യാലയത്തിൽ എനിക്ക് ആകെ 20 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം എനിക്ക് 90 കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഇൻഡിവിജ്വൽ കെയർ കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ആകർഷകത്വമായിട്ട് പൊതുജന വിലയിരുത്തുന്നത്. നമ്മുടെ വിദ്യാലയത്തിന് വളരെ കുറഞ്ഞ സൗകര്യങ്ങളേ ഉള്ളൂ. ഒട്ടനവധി പ്രയാസങ്ങൾ നിലവിലുണ്ട്. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാരണവശാലും ഇത്ര ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഗ്രാമീണ വിദ്യാലയത്തെ ഇവിടെ ഒരിക്കലും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ചെറിയ സൗകര്യമാണ്. എന്നിട്ട് ഇത്രയധികം കുട്ടികൾ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വ്യക്തിപരമായ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നു എന്ന് മാത്രമാണ്. നമ്മുടെ വിദ്യാലയത്തിൽ 2-3 വർഷം മുമ്പും ഈ വർഷവും LSS സ്കോളർഷിപ്പ് നേടിയിട്ടുണ്ട്. അപ്പോൾ പഠന നിലവാരത്തിൽ ഒട്ടും പുറകിലല്ല നമ്മൾ. കായിക രംഗത്ത് ഈ അക്കാഡമിക് ഇയറിൽ നമുക്ക് മിനി ഗേൾസ് വിഭാഗത്തിൽ മുല്ലശ്ശേരി ഉപജില്ലയിൽ 2ാം സ്ഥാനം, ഓവറോൾ 2ാം സ്ഥാനം ലഭിച്ചു എന്നത് വലിയ നേട്ടമാണ്. മാത്രമല്ല 41 സ്കൂളുകൾ മുല്ലശ്ശേരി ഉപജില്ലയിലുണ്ട്. അതിൽ നമ്മുടെ ഈ കൊച്ചു വിദ്യാലയമാണ് കലാമേളയിൽ 4ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. ഇത്രയും വലിയ വമ്പന്മാരുടെ സ്കൂളിലെ ഈ ഉപജില്ലയിൽ 41 സ്കൂളുകളിൽ
നമ്മുടെ ഈ സ്കൂളിലെ 90 വിദ്യാർത്ഥികൾ മത്സരിച്ചിട്ട് 4ാം സ്ഥാനത്ത് എത്തിയെന്നത് വളരെ അഭിമാനകരമായ നേട്ടം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങൾ തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കൊച്ചുകുട്ടികൾ അവരും നിങ്ങളുടെ ആ ഒരു പ്രയത്നത്തിന് അനുസരിച്ച് നിൽക്കുന്നുണ്ട്. അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിങ്ങൾ ടീച്ചേഴ്സും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. ഒക്കെ കുട്ടികളുടെ ഒപ്പം തന്നെ രക്ഷിതാക്കളും ഇവിടെ വളരെ ആക്റ്റീവാണ്. ഇവിടെ വരുന്നവർ പലരും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധ്യാപകരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രക്ഷിതാക്കളാണ്. ഇവിടെ സാമ്പത്തികമായി ഉന്നതിയിലുള്ളവരല്ല ഇവിടെയുള്ളവർ. അവരെല്ലാവരും സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവരാണ് എല്ലാവരും. എന്നിരുന്നാൽ തന്നെ ഇവിടെ ഒരു ആഘോഷ പരിപാടി വന്നാൽ, എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്രൗണ്ട് നിറച്ച് ആൾക്കാരുണ്ടാകും. ഇവിടെ എന്താവശ്യം വന്നാലും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒറ്റ കൈയായി ഒറ്റ മെയ്യായിട്ട് ഇവിടെ നിറയും. ആഘോഷ പരിപാടികൾക്ക് ആനിവേഴ്സറി ആയാലും മറ്റാഘോഷ പരിപാടികളായാലും അലങ്കാരം വരെ നമ്മുടെ രക്ഷിതാക്കളാണ് ചെയ്യുക. അത് ഇവൻറ്റ് മാനേജ്മെൻറ്റിന് പോകുന്നവരാണ് പലരും. അവരൊന്നും പൈസ ഈടാക്കാതെ അവരുടെ കഴിവും അവരുടെ ശ്രമദാനവും നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി തരുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു റേഞ്ച് ഉണ്ടായിരിക്കും, ഒരു അലങ്കാരത്തിന് നല്ല ടച്ച് ഉണ്ടായിരിക്കും. അതേസമയം നമുക്ക് നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ നല്ല മേന്മയോടെ പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിയും. ഇവിടെ സംസ്ഥാന തലത്തിൽ സമ്മാനം നേടിയ ഒരു കുട്ടിയാണ് ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെ ഡാൻസ് പഠിപ്പിക്കാൻ വരുന്നത്. അത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായ വേറെ മുതൽ മുടക്കില്ല. അതേസമയം നമുക്ക് നല്ല നിലവാരത്തിൽ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കാനും പറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്ലാൻ. പൂവേ പൂവേ കാണാ പൂവേ നെഞ്ചിൽ നാണം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകെ ആടിക്കണ്ണാൽ തഴുകും അമ്പിളിക്കുഞ്ഞോളെ അഴകിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ മാടി വെക്കാതെ ചെറിയ മുത്ത് കുളഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ കിളിയെ തത്ത കിളിയെ കൊഞ്ചി പറന്നൻ കൂട്ടിലെത്തൂരെ നിറയെ ചിന്നിച്ചിതറും കൊതിയാ കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിൽ ഒളിക്കും നാണമെന്താ ഉളരെ പൊട്ടിപ്പുണർന്നും മലിയ. അതുപോലെ നവതിയോടനുബന്ധിച്ച് ഒരു പ്രവർത്തനം കൂടെ നടക്കുന്നുണ്ടല്ലേ? നവതിയോടനുബന്ധിച്ച് ഇപ്രാവശ്യം നമ്മളൊരു പ്രത്യേക പ്രവർത്തനം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് പൂമ്പാറ്റ ചിറകുകൾ എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ പ്രകൃതിയിൽ ധാരാളം പൂമ്പാറ്റകളുണ്ട്. ആ പൂമ്പാറ്റകളെ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? എല്ലാവർക്കും മനോഹരമായ പൂമ്പാറ്റകളെ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ അതിനെ പരിചയപ്പെടാനും പഠിക്കാനും അതിനെ നിരീക്ഷിക്കാൻ നമ്മളൊരു അവസരം ഒരുക്കിയിരിക്കുകയാണ് ഈ നവതി വർഷത്തെ പൂമ്പാറ്റ ചിറകുകൾ എന്ന പ്രവർത്തനത്തെ ആസ്പദമാക്കി. നമ്മുടെ വിദ്യാലയത്തിൻ്റെ മുൻ ചുമരുകളിൽ ഈ പൂമ്പാറ്റകളുടെ ചിത്രം വരച്ചു ചേർത്തിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൂമ്പാറ്റയായ ക്വീൻ അലക്സാണ്ട്ര ബേർഡ്വിക്സ്, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൂമ്പാറ്റയായ ഗരുഡശലഭം, ഏറ്റവും ചെറിയ പൂമ്പാറ്റയായ ചിന്നി നീലി, അങ്ങനെ നമ്മുടെ സംസ്ഥാന ചിത്രശലഭമായ ബുദ്ധമയൂരി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ്, അങ്ങനെ വിവിധ ചിത്രങ്ങൾ നമ്മൾ നമ്മുടെ വിദ്യാലയത്തിൻ്റെ മുഖച്ചുമരിൽ വരച്ചു ചേർത്തിട്ടുണ്ട്. അത് ഈ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ്. ഇതിന് കുട്ടികൾക്ക് ഇതിൽ പങ്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ള ആ പട്ടികയിലുള്ള ചെടികളിൽ നിന്ന് അവർക്ക് ലാർവകളെ ശേഖരിക്കാം. അപ്പോൾ അതൊരു ഒബ്സർവേഷനാണ്. ആ ചെടികളിൽ നിന്ന് നിശ്ചിതമായ ചെടികളിൽ നിന്ന് എല്ലാ ചെടികളിൽ നിന്നും ശേഖരിക്കാൻ അവർക്ക് അനുവാദമില്ല. അവരുടെ വീട്ടിൽ ലഭ്യമായ നിശ്ചിതമായ ചെടികളിൽ നിന്ന് അവർ ലാർവകളെ, പൂമ്പാറ്റകളുടെ പുഴുക്കളെ ശേഖരിക്കും. ആ ശേഖരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പൂമ്പാറ്റ കൂടുണ്ട്. ആ പൂമ്പാറ്റക്കൂട്ടിൽ ഈ ലാർവയെ നിക്ഷേപിക്കും. എന്നിട്ട് ഏത് ചെടിയിൽ നിന്നാണോ അവർക്ക് ആ ലാർവയെ കിട്ടിയത് ആ ചെടിയിൽ നിന്ന് ഇലകൾ അതിന് പറിച്ചു കൊടുക്കും. അത് തിന്നുന്നതിനനുസരിച്ച് അത് വളരും.
നിശ്ചിത ദിവസം കഴിയുമ്പോൾ അത് ലാർവ പ്യൂപ്പേറ്റ് ചെയ്യും, അത് സമാധി ദിശയിലാകും. അതൊക്കെ അവർക്ക് പുസ്തകത്തിൽ പഠിക്കുന്നതിലപ്പുറം അവരുടെ വീട്ടുമുറ്റത്ത് വെച്ച് അല്ലെങ്കിൽ വിദ്യാലയത്തിൽ കൊണ്ടുവന്ന് കൂട്ടുകാരോടൊപ്പം നോക്കി നിരീക്ഷിച്ച് കൗതുകപൂർവ്വം മനസ്സിലാക്കാൻ ഒരു അവസരം ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞൊരു 14-15 ദിവസം കഴിഞ്ഞാൽ അത് വിരിയും. അത് വിരിയുമ്പോൾ കുട്ടികൾക്കുള്ള സന്തോഷം ഭയങ്കര സന്തോഷമാണ്. ഇന്നലെ ഞങ്ങളുടെ സാഹിത്യ സദസ്സ് നടന്നു. അതിൽ രാമേന്ദ്രൻ കുന്നത്തുള്ളി ആയിരുന്നു അതിൻ്റെ അവതാരകൻ. അദ്ദേഹം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് തന്നെ ഇവിടെ മിൻഹ ഫാത്തിമ എന്ന കുട്ടി വിരിയിച്ച, അവളുടെ പൂമ്പാറ്റക്കൂട്ടിൽ വിരിയിച്ച നാരകക്കാളി എന്ന പൂമ്പാറ്റയെ പറത്തി വിട്ടുകൊണ്ടാണ് അതിനെ ഉദ്ഘാടനം ചെയ്തത് തന്നെ. അപ്പോൾ അത്ര അനുഭവവേദ്യമായ രസകരമായ ഒരു പ്രവർത്തനമാണ് ഇപ്രാവശ്യം നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാവരും കുട്ടികളൊക്കെ വളരെ ആകാംക്ഷാപൂർവ്വം ഇതിനെ നിരീക്ഷിക്കാനും ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നതിനും താല്പര്യമാണ്. അപ്പോൾ എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളെയും കൊണ്ടുള്ള ഒരു യാത്രയാണ്. 90-ാം വർഷത്തിൽ നിൽക്കുന്നു. നവതി ആഘോഷം ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നവതി ആഘോഷത്തിനും അതുപോലെ തന്നെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇനിയുള്ള റിട്ടയർമെന്റ് ലൈഫിനും സാറിന് സ്പെഷ്യലി ആശംസകൾ അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. ഓക്കെ താങ്ക് യു. തൂവള്ളി കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിൽ ആണെന്റെ വിദ്യാലയം.